നമസ്കാരം സാക്ഷി ടി വിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ. സാക്ഷി ടി വി ഇപ്പോൾ ഉള്ളത് വേലമുക്കിലാണ്. വേലമുക്കിൽ ഈ വർഷത്തെ മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് ഇവിടെ നിന്ന് ആരംഭിക്കുന്ന പേട്ടയെക്കുറിച്ചും അതിൻ്റെ ഒരുക്കങ്ങളെക്കുറിച്ചും അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളോടൊപ്പം ഇവിടുത്തെ പേട്ട കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ അനീഷും ട്രഷറർ ശ്രീ ഗോപകുമാറും ചേരുന്നുണ്ട്. അനീഷ, എന്തൊക്കെയായി ഒരുക്കങ്ങളൊക്കെ? നമസ്കാരം. നമ്മുടെ പേട്ടയുടെ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. 40 കൊല്ലമായിട്ട് നമ്മളിത് കണ്ടിന്യൂസ് ആയിട്ട് കൊണ്ടുവന്ന പേട്ടയാണ്. ഈ വർഷം വളരെ മനോഹരമായിട്ടാണ് ഒരുപാട് പുതിയ പ്രോഗ്രാമുകളൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഫ്യൂഷനുണ്ട്, പിന്നെ വയലിൻ, അങ്ങനെ കുറേ ഒരുപാട് പരിപാടികൾ ഇപ്രാവശ്യം കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ പേട്ട ആവുമെന്നാണ് ഒരു ധാരണ. നമ്മൾ ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ ഇവിടുന്ന് യാത്ര തിരിക്കും അമ്പലത്തിലേക്ക്. 8:30 നമുക്ക് അമ്പലം തിരിച്ചിറങ്ങേണ്ട സമയം. അതിനുള്ളിൽ നമ്മളെന്തായാലും ടൗണിലൊക്കെ പറ്റത്തില്ല. തീർച്ചയായിട്ടും ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് നിർദ്ദേശം വന്നിട്ടുണ്ട്, ഇത്ര സമയത്ത് തന്നെ എത്തിച്ചേരണമെന്നൊക്കെ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്തൊക്കെയായി? നന്നായിട്ട് പോകുന്നു. പിന്നെ എന്താണ് ട്രഷർക്ക് പറയാനുള്ളത്? നമ്മൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ അപ്പോൾ ചിലവും കാര്യങ്ങളും ഒക്കെ നോക്കിയല്ല, ഏറ്റവും നല്ല പ്ലോട്ട് ഉള്ള സ്ഥലത്ത് പോയി കണ്ടുപിടിച്ച് ബുക്ക് ചെയ്താണ് നമ്മൾ കൊണ്ടുവന്ന് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെ ഇപ്പം പ്രഹ്ലാദ ഭക്തി, രൗദ്രമുഖീശ്വരി ദേവി, ഇതിന് 2 ഇവിടെ വന്നിട്ടുണ്ട്, ഒന്നുകൂടെ വരാനുണ്ട്. അപ്പോൾ ഇവിടുത്തെ നാട്ടുകാരുടെ മൊത്തം സഹകരണത്തോടു കൂടിയാണ് ഈ പേട്ട നടത്തുന്നത്. അതിന് വേണ്ടുന്ന ഫണ്ടും നാട്ടുകാർ തന്നെയാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പം വളരെ നല്ല രീതിയിൽ പേട്ട നടത്തി ഞങ്ങൾ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷവും വിജയിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ കെട്ടുകാഴ്ചകൾക്ക് പുറമേയും ഫ്യൂഷന് പുറമേയും എന്തൊക്കെ ആണ്? പൂക്കാവടി, അങ്ങനെയുള്ള ശശികാരിമേളം, ചെണ്ടമേളമുണ്ട്. പിന്നെ ഒരു എന്തുകൂടെ ഒലക്ക, അത് ഒരു പുതിയ പ്രോഗ്രാം ഉണ്ട്, ഒരു പരിപാടി ഉണ്ട്. എന്തുകൊണ്ടും പേട്ടയെ മനോഹരമാക്കുക, അതാണ് നമ്മുടെ ലക്ഷ്യം. അത് ഭംഗിയായി നടക്കട്ടെ. പേട്ട കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു. നിങ്ങളുടെ നല്ലൊരു പേട്ടയായിട്ട് മാറട്ടെ. നമ്മൾ അപ്പുറത്ത് നമുക്ക് ചെണ്ടക്കാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. ചെണ്ടമേളക്കാരൊക്കെ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. അവരെ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഒരു ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ് ചെണ്ടമേളക്കാരൊക്കെ. നിങ്ങളാണോ ചെണ്ടമേളക്കാർ? നിങ്ങളാണോ? എവിടുത്തേരാണ്? ചെണ്ടമേളത്തിന് മുതലാളിയുണ്ടോ? അദ്ദേഹമാണോ? എവിടുന്നാണ് വരുന്നത്? നെട്ടേത്ര ടീമാണ് അല്ലേ? എന്താണ് പേര്? എൻ്റെ പേര് മുരളി. നമ്മുടെ സമിതിയുടെ പേര് ശ്രീപൂജ കലാസമിതി. ശ്രീപൂജ കലാസമിതി. നിങ്ങളുടെ ഈ പുണ്യപുരാണ വേഷങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ടോ? ഇപ്പം ഞാൻ പുരാണ വേഷങ്ങളൊന്നും ചെയ്യുന്നില്ല, മേളം മാത്രമേ ഉള്ളൂ. മേളം മാത്രമേ ഉള്ളൂ. ഈ വർഷത്തെ ആദ്യത്തെ പ്രോഗ്രാമാണോ? അല്ല, നവംബർ തൊട്ട് പ്രോഗ്രാം തുടങ്ങി. ഇത് നമ്മൾ ജനുവരിയിൽ 40 മകരവിളക്ക് നമ്മുടെ ഫസ്റ്റ് ഉത്സവം ചടയമംഗലം കുഞ്ഞയ്യപ്പ ക്ഷേത്രത്തിൽ. എത്ര പേരുണ്ട് ടീമില്? ഞങ്ങൾ ടീമിൽ 30 പേര്. 30 പേരും ഇന്നുകൂടെ പങ്കെടുക്കുന്നുണ്ടോ? 30 പേരും പങ്കെടുക്കുന്നുണ്ട്. എല്ലാവിധ ആശംസകളും. ആഹാരം കഴിക്കേ. മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ. എന്താണ് ഈ പേട്ടയില് എന്ത് വേഷമാണ് അവതരിപ്പിക്കുന്നത്? സായി കലാസമിതി തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന ഒലക്ക ഡാൻസ് ആണ്. ഈ ഒലക്ക ഡാൻസിനെ കുറിച്ച് ഈ പ്രേക്ഷകർക്കൊന്ന് വിശദീകരിക്കാമോ? ഒലക്ക ഡാൻസ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ എന്താണെന്ന് അറിയേണ്ട ആൾക്കാർ. ഒലക്ക ഡാൻസ് എന്ന് പറയുന്നത് ആൾക്കാരെ, ജനങ്ങൾ എല്ലാവരും ഞങ്ങൾ അടുത്തോട്ട് എത്തി അത് ആകാംക്ഷ കൂടി അവർ പ്രേക്ഷകർ വന്ന് അത് ഉൾക്കൊണ്ട് നമ്മൾ ഒരാളായി അവർ മാറാൻ വേണ്ടിയുള്ള ഒരു കലയാണ് ഒലക്ക ഡാൻസ്. എത്ര വർഷമായിട്ട് ഈ പരിപാടി അവതരിപ്പിക്കും? 25 വർഷമായി. ഞങ്ങളുടെ നാട്ടിൽ ആദ്യമാണെന്ന് തോന്നുന്നുണ്ട് ഇത്. അല്ലല്ല, ഇവിടെ ഞങ്ങൾ 10 വർഷം കൊണ്ട് ചെയ്യുന്നുണ്ടോ? അല്ല, ഞങ്ങൾക്ക് തോന്നിയതാണ് ആദ്യമാണ്. നമ്മുടെ അർദ്ധനേരി നൃത്തം, പള്ളിവാള് നൃത്തം, കുറത്തിയാട്ടങ്ങൾ ഒത്തിരി ഐറ്റങ്ങൾ ചെയ്യുന്നത്. എല്ലാ നാടൻ കലാരൂപങ്ങളാണല്ലേ? എന്താണ് പേര്? എൻ്റെ പേര് സുബു ചെറിയ. ഞാൻ ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർ ആർട്ടിസ്റ്റാണ്.
ഞാൻ അവർ അഭിനയിച്ച സിനിമയാണ് ആക്ഷൻ ഹീറോ ബിജു, അർദ്ധനാരി കർമ്മയോധ. ഈ അക്ഷയ് ഹീറോ ബിജുവില് ഏത് ഞാൻ 2-3 വർഷം കണ്ട സിനിമയാണ്. നിവിൻ പോളി റോഡിൽ നിന്ന് വണ്ടി ചേക്കുമ്പോൾ ഹൈലൈറ്റ് കൊണ്ട് സാറ് ഹെൽമെറ്റ് എടുത്തില്ല സാറ്. ഓക്കെ. അല്ല അപ്പൊ ഇപ്പൊ ഈ മേക്കപ്പിൽ ഇരിക്കുന്നതുകൊണ്ടാണ് കാണാൻ നമുക്ക് വലിയ അറിയപ്പെടാം. അപ്പൊ എല്ലാവരും ആശയം. എത്ര പേരുണ്ട് ടീമില്? ഞങ്ങള് എന്റെ ടീമില് 6 പേരുണ്ട്. ഒരാൾ അവിടെ ഇരിക്കുന്നു, ഒരാൾ ബാക്കി എല്ലാവരും ബാക്കിൽ. എല്ലാവരും ഇപ്പൊ മേക്കപ്പിലായിരിക്കും. മേക്കപ്പിലാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞോ? ഇല്ല, മേക്കപ്പ് കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും. ഓക്കെ. താങ്ക് യു. എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പൊ വേലമുക്കിലെ പേട്ടയിലെ അണിചേരുന്ന കലാകാരന്മാരെയാണ് നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെ ചെണ്ടമേളക്കാര് 30 പേരാണുള്ളത്. മോനെ പേരെന്തോ? ശരത്ത്. എവിടെ സ്ഥലം? ചടയമാറ് നെട്ടേത്ര എന്ന് പറ. നിങ്ങളുടെ നാളുകൂടെ അറിയണ്ടേ? അങ്ങനെ ചെണ്ടമേളത്തിൽ പങ്കെടുക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 9 വർഷം. 9 വർഷം. എത്ര വർഷം കൊണ്ട് ചെണ്ട പഠിക്കുന്നുണ്ട്? പഠിച്ചില്ല, ഇതിനകത്ത് കയറിയിട്ട് തന്നെ പഠിച്ചെന്ന്. ഇവിടെ ഇതില് വന്നിട്ട് പഠിക്കുകയാണ് ചെയ്തല്ലേ? ശരി. എല്ലാവരും ആശംസകൾ നേരുകയാണ്. ചെണ്ടമേളം കാണാൻ ഞങ്ങളും ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇവിടെ വേലമുക്കിലെ എല്ലാ ഒരുക്കങ്ങളും ഏകദേശം ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഇവിടെ പങ്കെടുക്കുന്ന ചെണ്ടമേള അടക്കമുള്ള കലാകാരന്മാർ ഭക്ഷണം കഴിക്കുന്ന തിരക്കിലാണ്. അതുപോലെ തന്നെ കമ്മിറ്റിക്കാരും വളരെയധികം പേട്ട മനോഹരമാക്കാനുള്ള ഏറ്റവും വലിയ ശ്രമത്തിലാണ്. വിവിധ കലാരൂപങ്ങൾ അണിനിരത്തിക്കൊണ്ടാണ് ഇവിടെ വേലമുക്കിൽ നിന്ന് ആരംഭിക്കുന്ന പേട്ട. ഫ്യൂഷനുണ്ട്, ചെണ്ടമേളമുണ്ട്, അതോടൊപ്പം തന്നെ ഉലക്ക ഡാൻസ് എന്ന് പറയുന്ന ഒരു കലാരൂപമുണ്ട്. അങ്ങനെ വിവിധ പരിപാടികൾ കോർത്തിണക്കിക്കൊണ്ടാണ് വേലമുക്കിലെ പേട്ട ഇന്ന് നമുക്ക് ഭക്തജനങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവിധ ആശംസകളും വേലമുക്കിലെ പേട്ടയ്ക്ക് ഞങ്ങൾ നേരുന്നു. ഒപ്പം തത്സമയം പേട്ടയുടെ മറ്റു ദൃശ്യങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. നന്ദി, നമസ്കാരം.